മയക്കുമരുന്ന് വേട്ടയിൽ പെൺകുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയത് പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ രാത്രി കോഴിക്കോട് ബീച്ച് റോഡിൽ ആകാശവാണിക്ക് സമീപത്ത് വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി 4-അംഗ സംഘം പിടിയിലായത്. കുറ്റ്യാടി സ്വദേശി 38-കാരൻ TK വാഹിദ്, 32-കാരൻ കണ്ണൂർ സ്വദേശികളായ P അമീർ, MK വൈഷ്ണവി, തലശ്ശേരി സ്വദേശിനി VK ആതിര എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 27 ഗ്രാം MDMAയുമായി യുവതികളടക്കം 4 പേർ പിടിയിലായത്. കണ്ണൂരിൽ നിന്നും കാറിൽ MDMA കടത്തിക്കൊണ്ടുവരികയായിരുന്ന സംഘത്തെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ആന്റി നർക്കോട്ടിക് സംഘവും ടൗൺ പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. പ്രതികൾ കണ്ണൂരിൽ നിന്ന് കാറിൽ കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പതിവെന്ന് പോലീസ് പറയുന്നു. സംശയം തോന്നാതിരിക്കാൻ സ്ത്രീകളെയും കൂടെ കൂട്ടിയാണ് ഇവർ കച്ചവടം നടത്തുന്നത്. സംഘത്തിലെ പ്രധാനിയായ അമർ മുമ്പ് ജില്ലയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് കടയുടെ കോഴിക്കോട്, കുറ്റ്യാടി, കണ്ണൂർ ശാഖകളിൽ മാനേജറായി ജോലി ചെയ്തിരുന്നു. 1 മാസം മുൻപ് ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും ലഹരി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. പിടിയിലായ ആതിര കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇവന്റ് മാനേജ്മെന്റ് നടത്തി വരികയാണ്. വൈഷ്ണവി കണ്ണൂരിലെ പ്രമുഖ കോസ്മെറ്റിക്സ് ഷോപ്പിലെ ജീവനക്കാരിയാണ്. വാഹിദിന് കുറ്റ്യാടിയിൽ കോഴി കച്ചവടമാണ്. ഈ സംഘം മുൻപും കോഴിക്കോടെത്തി ലഹരി കച്ചവടം നടത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസങ്ങളായി ഇവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. സംഘത്തിലെ പ്രധാനിയായ അമീറിന് മറ്റു സംസ്ഥാനങ്ങളിലെ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധമുണ്ട്. കേരളത്തിലുടനീളം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ നിരീക്ഷണം ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമായി 4-ാമത്തെ കേസാണ് ഈ മാസം പിടികൂടിയത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ജില്ലക്കകത്തും പുറത്തുമുള്ള വൻ മയക്കുമരുന്ന് കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. ഈ അടുത്ത കാലത്തായി കോഴിക്കോട് തന്നെയുള്ള മറ്റൊരു കേസാണ്. ഈ അടുത്ത കാലത്തായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് വീണ്ടും പെൺവാണിഭ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നതായുള്ള കാര്യം. ഇങ്ങനെ പെൺവാണിഭ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ പറയുകയുമുണ്ടായി. ഇന്നലെ 17 വയസ്സുകാരി പെൺവാണിഭ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഓടിയെത്തിയ സംഭവം കോഴിക്കോട് നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോഡ്ജുകൾ, വീടുകൾ വാടകയ്ക്കെടുത്ത് അനാശാസ്യം ലോബിയും മയക്കുമരുന്ന് ലോബിയും വാഴുന്ന നഗരമായി കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് റംഷീന ജലീൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നഗരത്തിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് എന്ന വിവരങ്ങൾ പുറത്തുവന്നത്. അസം സ്വദേശിയായ 17-കാരിയാണ് പോലീസിൽ മൊഴി നൽകിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവാണ് 3 മാസം മുമ്പ് പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ചത്. 15,000 രൂപ മാസ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി തരാമെന്നായിരുന്നു വാഗ്ദാനം. ഇയാൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് അതിസാഹസികമായി പെൺകുട്ടി രക്ഷപ്പെട്ടത്. തന്നെ പോലെ 5 പെൺകുട്ടികൾ മുറിയിൽ ഉണ്ടായിരുന്നെന്ന് ഇവർ അധികൃതരോട് പറയുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം.